ഹേയ്, ഞങ്ങൾ മക്കളുടെ മുടിയൊക്കെ ഒന്ന് മുട്ടയടിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. പ്ലാൻ ചെയ്ത് ലാസ്റ്റ് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നേ മുരുകക്ഷേത്രത്തിലാണ്. വൈത്തിരി മുരുകക്ഷേത്രം. ഒരുപാട് പടികളൊക്കെ കയറി മേലോട്ട് കയറി പോകാനുള്ള പഴനി പോലെ തന്നെയുള്ളൊരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നേ. അയച്ചുപ്പനോട് മുടി മുട്ടയടിക്കുന്ന സമയത്ത് കുറച്ച് വിഷമമൊക്കെ ആദ്യം ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കി സെറ്റായിട്ട് മുടി മുട്ടയടിക്കായിരുന്നു തന്നു ആൾ. അങ്ങനെ ഞങ്ങൾ കുഞ്ഞു ചുന്ദരി മോളുടെ മുടിയൊക്കെ ഇങ്ങനെ മുട്ടയടിച്ച് സെറ്റാക്കിക്കൊണ്ടിരിക്കുമായിരുന്നേ. ഇത് കഴിഞ്ഞിട്ട് വേണം തന്നെ അഞ്ചൂട്ടിൻ്റെ മുടിയൊക്കെ മുട്ടയടിച്ച് സെറ്റാക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഞായറാഴ്ചയും 9 മണി മുതൽ 11 മണി വരെയാണ് ഇവിടെ മുടിയൊക്കെ മുട്ടയടിക്കുന്ന സെറ്റപ്പ് ഉള്ളത് കേട്ടോ. ബാക്കി ദിവസങ്ങളൊന്നുമില്ലേ. അയച്ചുപ്പൻ്റെ മുടിയൊക്കെ മുട്ടയടിച്ചതിന് ശേഷം ഞങ്ങൾ അഞ്ചൂട്ടിൻ്റെ മുടിയൊക്കെ ഇങ്ങനെ മുട്ടയടിച്ച് സെറ്റാക്കി ഇങ്ങനെ നിന്നേ. നല്ല മുടിയൊക്കെ ഉണ്ടായിരുന്നു. ഇവരുടെ മുടി മുട്ടയടിക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ തലയിൽ പൊറ്റയൊക്കെ ഉണ്ടാവുമല്ലോ ജനിച്ച് കഴിഞ്ഞിട്ട്. 1 വയസ്സായിട്ട് ഇതുവരെ മുടി മുട്ടയടിച്ചിട്ടില്ലായിരുന്നു. ഇവരുടെ മുടിയൊക്കെ മുട്ടയടിച്ചതിന് ശേഷം ഇവർക്കൊരു കൂട്ട് വേണമല്ലോ. അപ്പോൾ ഞാൻ വിചാരിച്ചു മക്കളുടെ മുടി മുട്ടയടിക്കുന്നതിൻ്റെ കൂടെ ഞാനും എന്തായാലും മുട്ടയടിച്ചേക്കാമെന്ന് വിചാരിച്ചു. മുടിയല്ലേ എന്തായാലും വരുമല്ലോ. പോരാത്തിന് ഇവർക്ക് കൂട്ടായിട്ട് ആരെങ്കിലുമൊക്കെ വേണമല്ലോ, നല്ല ഇവർക്കൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. കോമഡി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടി കൂടെ മുട്ടയടിച്ച് കഴിഞ്ഞപ്പം മക്കൾ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നു. സംഭവം അവർ വിചാരിച്ചത് ഞങ്ങൾ എല്ലാവരും മുട്ടയടിക്കാന്നാണ്. ഇത് കഴിഞ്ഞ് അമ്മയും കൂടെ മുട്ടയടിക്കുന്നതാണ് അവർ വിചാരിച്ചുകൊണ്ടിരുന്നിരുന്നത്. മുടിയൊക്കെ മുട്ടയടിച്ചിട്ടൊക്കെ സെറ്റാക്കി അവർ ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ ഇരുന്നേ. ഇനി ഇതിന് ശേഷം വേണം ഒരുപാട് പടിയൊക്കെ കയറി മേലോട്ട് മുരുകക്ഷേത്രത്തിലേക്ക് കയറി പോകാനൊക്കെ കേട്ടോ. മുട്ടയടിക്കുന്ന സമയത്ത് കുറച്ച് വിഷമമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മുട്ടയടിച്ച് കഴിഞ്ഞപ്പോൾ രണ്ടാളും കൂളായി ചില്ലായി അങ്ങോട്ട്. അതിനുശേഷം ഞങ്ങൾ ആ പടിയൊക്കെ കയറി മേലെത്തി. അവിടുന്ന് അന്നദാനമൊക്കെ ഉണ്ടായിരുന്നു. എല്ലാ ഞായറാഴ്ച അവിടെ അന്നദാനം ഉണ്ട് കേട്ടോ. അന്നദാനത്തിന് ഏകദേശം 1 മണി വരെ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ആ സമയം വരെ ഞങ്ങൾ ഇങ്ങനെ ചില്ലടിച്ച് കളിച്ചിരുന്ന് പടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അഞ്ചൂട്ടിനും അയച്ചുപ്പനൊക്കെ കയറി കളിച്ച് കുറേ ആൾക്കാരെയൊക്കെ കണ്ടപ്പോൾ അയച്ചുപ്പനും അഞ്ചൂട്ടിനും ഒരേ ഹാപ്പി. അങ്ങനെ ഞങ്ങൾ മുട്ടയടിച്ച് നല്ല ഹാപ്പി ആയിട്ട് ചില്ലായിട്ട് വീട്ടിലേക്ക്.